ഇവനും ഒരു പെണ്ണുമായിട്ട് ഒരു പ്രിൻസിപ്പ് ഉണ്ടായിട്ട് ആ പെണ്ണ് പെട്ടെന്ന് ഒഴിഞ്ഞു പോയിന്. അതാ പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം വന്ന് കാണുന്നത് ആള് കയ്യിലൊരു കെട്ടൊക്കെ ആയിട്ടാണ്. ഡിപ്രഷനിലേക്ക് ഇങ്ങനെ ആരും മിണ്ടാറില്ല, ഗോൾസും ഇല്ല, ഒന്നും ഉണ്ടാവില്ല. ഇവളും പോയി. വളരെ കഷ്ടപ്പാട്ടിൽ ജീവിച്ചതാണ്. കുറെ കടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വീടുണ്ടായിട്ട. ഇത് നമ്മളെ വീടല്ല. നമ്മൾ ബ്രോക്യാമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു നല്ല ബ്രേക്കപ്പ് ഉണ്ടാവുകയും ആ ബ്രേക്കപ്പിന്റെ കാര്യത്താൽ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളെ ടീമെല്ലാം മോട്ടിവേറ്റ് ചെയ്ത് അവസാനം വീട്ടിലൊക്കെ മാറിയിരുന്ന് 2.5 മാസത്തോളം ഇവിടെ കൊച്ചി ഹബ്ബിൽ നിന്ന് ബ്രേക്കൊക്കെ എടുത്തു. പിന്നെ തിരിച്ചു വന്ന് ഈ 10 LPS പാക്കേജ് അച്ചീവ് ചെയ്ത് മുഹമ്മദ് ജവാദാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് ജവാദിനോട് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ മൈൻഡ് സെറ്റ് വരണമല്ലോ. നമുക്ക് ഈ 19ാമത്തെ വയസ്സിൽ ഒരു ബ്രേക്കപ്പിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് അത്ര ഈസി ഒന്നല്ല. മറ്റുള്ള പ്രായമുള്ള ആൾക്കാർക്ക് ഇത് പറയുമ്പോൾ വലിയ സംഭവമല്ലാതെ തോന്നും. ഇപ്പോഴും എനിക്ക് സംഭവമല്ലാതെ തോന്നും. പക്ഷെ ആ സമയത്ത് എനിക്കിത് സംഭവമായിരുന്നു. സോ എന്തെങ്കിലും ഡിപ്രഷനിൽ ഇരിക്കുന്ന ആൾക്കാർ, പേഴ്സണലി എന്തെങ്കിലും ഇതുപോലെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിച്ചിട്ട് എങ്ങനെയും തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഇൻ്റർവ്യൂ ആണ്.